പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദിവസം യാക്കോബ് 5:16 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ശക്തിയുള്ളതും ഫലപ്രദവുമായ ഒരു പ്രാർത്ഥനയാണ് നീതിമാൻ്റെ എന്ന് ഈശോ നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, രോഗികളായി കഴിയുന്ന ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഏറ്റുപറയുവാൻ, ഈശോയുടെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സൗഖ്യം നൽകുന്ന ഒരു ദൈവത്തെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും രോഗങ്ങൾക്ക് ആ രോഗത്തിന് മേൽ ഈശോയുടെ കരസ്പർശനം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നീതിമാന്റെ പ്രാർത്ഥന, അതെ, നീതിയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളത് ഫലദായകവുമാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ. അപ്പോൾ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയുടെ മുമ്പിൽ എൻ്റെയും നിങ്ങളുടെയും രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശോയുടെ കരസ്പർശന നമ്മളുടെ മേൽ ലഭിക്കുന്നത്, അനുഭവപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ, ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് ദൈവം കാഴ്ച നൽകട്ടെ. ഹല്ലേലൂയ, ആമേൻ.